ഞാനേ അവിടെ പങ്കെടുക്കാം. സൗണ്ട് ഓക്കെ ആണോ? മൈക്കില്ല. സൗണ്ട് ഓക്കെ ആണ്, കേൾക്കുന്നുണ്ട്. തുടങ്ങിയാലോ നമുക്ക്? നമസ്കാരം. കപക്കെട്ടുകാരനെ ഉണ്ടാൻ പറ്റാണ്ടിരിക്കുന്നു. ഒരു പ്രാർത്ഥനയോട് കൂടി തുടങ്ങാം അല്ലേ? ഓം മൂർത്തിത്വേ പരികൽപിതം ശശഭൃതോ വർത്മാ പുനർജന്മനാം ആത്മേത്യാത്മവിതാം ക്രതുച്ഛേജതാം ഭർത്താ അമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭൂശ്ച അനേകദായാ ശ്രുതൗ വാചം ന സതതാതു നൈകകിരണസ്ത്രൈലോക്യദീപോ രവി. കഴിഞ്ഞ ഞാൻ ഇച്ചിരി സ്പീഡായിരുന്നു, കാരണം നമുക്ക് കുറച്ച് സമയം കൊണ്ട് കുറച്ചധിക കാര്യം ഒരേ ക്ലാസ്സിൽ തന്നെ ബോധ്യപ്പെടുത്തിയാലേ അത് മനസ്സിലാകൂ എന്നുള്ളത് കൊണ്ടാണ് അത്ര സ്പീഡിൽ ഞാൻ സംസാരിച്ചത് കേട്ടോ. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മള് പൂജയിലേക്ക് കടന്നിരുന്നില്ല. ഈ പൂജയിലേക്ക് കടക്കും മുമ്പ് അതിൽ അന്ധതയാവരുത് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കഥ ബാക്കി വെച്ചിട്ടാണ് നിർത്തിയത് അല്ലെ? ആ കഥയിലേക്കൊന്ന് കിടക്കാം. അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു, ഒരുപാട് എല്ലാ ഗ്രഹങ്ങളെയും ഇതുപോലെ നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഗ്രഹനില എടുത്ത്, ഇപ്പൊ ഈ ഗ്രഹനില ഈ ക്ലാസ് കേട്ടവരിൽ ഏകദേശം ഒരു 60% പേരും ഗ്രഹനില വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്കത് ഫീൽ ചെയ്യുമ്പോൾ കേട്ടവർക്ക് അത് ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഫീൽ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. കാരണം നമ്മളത് നിത്യം ചെയ്യുന്നത് കൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു വൈബ്രേഷൻ കൂടുതലാണ്. ഇത് 90% പേര് ഉൾക്കൊണ്ടു എന്നുള്ളത് തന്നെയാണ്. അപ്പോ ആ ഗ്രഹനിലയുടെ പ്രാധാന്യം എന്താണ്? നമ്മൾ എന്തിനാണ് ഇപ്പൊ രാഹുവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, കേതുവിനെ പ്രാർത്ഥിക്കുന്നു, അപ്പൊ രണ്ടും കൂടി തമ്മിലടിക്കില്ലേ എന്നുള്ള ചോദ്യം ആരോ ചോദിച്ചു, അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലൊരു ചോദ്യം ചോദിച്ചു. അതിന് നമുക്ക് മറുപടി ഇതാണ്. ഒരു ഗുരു ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് 18 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ 18 ശിഷ്യന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരു ഉപാസന നിങ്ങൾക്കുണ്ടാവണം. ഉപാസന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദേവതമാരെ നിങ്ങൾ കൃത്യമായിട്ട് ഉപാസിച്ച് ആ ദേവതാ സിദ്ധി വരുത്തണം. അപ്പൊ ഒരു ശിഷ്യൻ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ? നമുക്ക് കഞ്ഞി കുടിച്ച് ജീവിച്ചാൽ പോരെ, എന്തിനാണ് ഈ ദേവതയെ ഉപാസിച്ച് സിദ്ധി വരുത്തുന്നതിന്റെ പ്രാധാന്യം എന്താണ്? അപ്പോ ഈ ഗുരുനാഥൻ പറഞ്ഞു, ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഒരു 1000 കോടി ആൾക്കാർ ജനിക്കുമ്പോൾ ഒരാൾ മാത്രമേ ആ ശരീരം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുള്ളൂ. നമ്മളൊക്കെ ജനിച്ചു മരിക്കുന്നു എന്നല്ലാണ്ട് നമ്മുടെ ശരീരം കൃത്യമായ രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. നമ്മുടെ ബുദ്ധിയുടെ 10-1 അല്ലെങ്കിൽ 100-1 പോലും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഉള്ള ഒരു മാർഗം ഉപാസനയാണ്. അതായത് ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിന്ന നിപ്പിൽ അപ്രത്യക്ഷമാകാൻ കഴിവുള്ള ആൾക്കാര്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിദ്ധിയുള്ള ആൾക്കാര്. ഇവരും മനുഷ്യർ തന്നെയാണ്, നമ്മൾ പ്രത്യേകിച്ച് ദൈവങ്ങളൊന്നും തന്നെയല്ല.
അവരും മനുഷ്യർ തന്നെയാണ്. അവർക്ക് എങ്ങനെയാണ് ഈ സിദ്ധി വന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ അവരുടെ ബ്രെയിനെ അല്ലെങ്കിൽ അവരുടെ ഉപാസനാബലം വർദ്ധിപ്പിച്ച് അവരുടെ കഴിവിനെ അവരുടെ നമ്മുടെയൊക്കെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും കഴിവുണ്ട്. ഈ കഴിവിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നില്ല. പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഉപാസന. നമ്മൾ ഏതെങ്കിലും ഒരു ദേവതയെ എടുത്ത് ഉപാസിച്ചാൽ ആ ദേവത നമ്മളുടെ കൂടെ വന്ന് നിൽക്കുകയും നമ്മളുടെ നോർമൽ ബുദ്ധിയെക്കാളും അമിതമായ ബുദ്ധി, അതായത് ഒരു 1000 കോടി സൂപ്പർ കമ്പ്യൂട്ടർ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് മനുഷ്യ ശരീരവും മനുഷ്യ മനസ്സും. അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ, നമ്മുടെ ജീവിതം ആനന്ദിച്ച് ജീവിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഉപാസന നമുക്കുണ്ടാവണം, ഉപാസന ബലം ഉണ്ടാവണം. ഉദാഹരണത്തിന് ഇപ്പൊ ഒരാൾ നമ്മളെ വന്ന് ചീത്ത പറയുകയാണ്, ഒരാൾ വന്ന് വഴക്കുണ്ടാക്കുകയാണ്. അപ്പൊ ഒരു ഉപാസനാ ബലം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ചിരിക്കും, അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എന്റെ ദേവത ചോദിച്ചോളും, എന്റെ ദേവത തീർച്ചയായിട്ടും അവനോട് ചോദിച്ചോളും, ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല എന്നൊരു ഉത്ബോധം അവന്റെ ഉള്ളിലുണ്ടാകും. അവന് തിരിച്ചൊന്നും പറയാൻ തോന്നത്തില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവൻ അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഉപാസനാ ബലം ഉണ്ടാവണം. ആ ഉപാസനാ ബലം ഉണ്ടെങ്കിൽ നമ്മള് ജീവിതം ആനന്ദിച്ച് ജീവിക്കാൻ പറ്റും. ഉപ്പില്ലാണ്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും, ഉപ്പോടുകൂടിയും ചോറ് കഴിക്കാൻ പറ്റും. പക്ഷെ ഉപ്പിട്ട് ചോറ് കഴിക്കുമ്പോൾ ഒരു തൃപ്തിയായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഉപാസന ഇല്ലെങ്കിലും ജീവിക്കാം, ഉണ്ടെങ്കിലും ജീവിക്കാം. പക്ഷെ ഉപാസനയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ആനന്ദിച്ച് ജീവിക്കാൻ പറ്റും. എത്ര വലിയ പ്രശ്നം വന്നാലും, പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യരുമില്ല. പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും പ്രശ്നമായിട്ട് തോന്നാതിരിക്കണമെങ്കിൽ കൃത്യമായൊരു ഉപാസന, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതയെ ഉപാസിക്കാം എന്ന് ആ ഗുരുനാഥൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോ ശിഷ്യന്മാരെന്ത് ചെയ്തു? ഓരോ ദേവതമ്മ, ചില ആൾക്കാര് ലക്ഷ്മി ദേവിയെ എടുത്തു, ചില ആൾക്കാര് പരമശിവനെ എടുത്തു, ചില ആൾക്കാര് പാർവതിയെ എടുത്തു. അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ ദേവതമാരെ എടുത്ത് ഉപാസിക്കാൻ തുടങ്ങി. അപ്പോ അതിൽ ഏറ്റവും ഒരു വിഡ്ഢിയായ ഒരാള്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അയാൾക്ക് ഈ പറഞ്ഞ എല്ലാവരുടെയും ബുദ്ധിയൊന്നും ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്തു? ജ്യേഷ്ഠ ഭഗവതിയെ ഉപാസിച്ചു. ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ മൂദേവി. അതായത് നമ്മുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ദേവിയാണ് മൂദേവി. മൂദേവി കയറിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ലക്ഷ്മി ദേവിയുടെ അനുജത്തിയാണെങ്കിൽ പോലും മൂദേവിയെ ആരും ഉപാസിക്കാറില്ല. പക്ഷെ മൂദേവി ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇദ്ദേഹം നോക്കിയപ്പോ മൂദേവി, അപ്പൊ ഇദ്ദേഹം മൂദേവിയെ ഉപാസിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും കളിയാക്കി ചിരിച്ചു ഇദ്ദേഹത്തെ. പക്ഷെ ഇദ്ദേഹം അതൊന്നും നോക്കില്ല. ഇദ്ദേഹം അത്രയുള്ള ബുദ്ധിയൊക്കെ ഉള്ളൂ. അദ്ദേഹം മൂദേവിയെ ഉപാസിച്ചു. അങ്ങനെ മൂദേവിയെ എല്ലാവരും ഗുരുനാഥനോട്, ഇപ്പൊ ശിവനെ ആണെങ്കിൽ ശിവന്റെ മൂലമന്ത്രം ചോദിക്കും. അങ്ങനെ ഇദ്ദേഹം ചെന്ന് മൂദേവിയുടെ മൂലമന്ത്രം ചോദിച്ചു. ആ മൂലമന്ത്രം എടുത്ത് ഉപാസിച്ചു. അങ്ങനെ ഉപാസിച്ച് ഇയാള് കഠിനമായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാത്തവന് പെട്ടെന്ന് സിദ്ധി ഉണ്ടാവും. കാരണം അവന് വേറൊന്നും ചിന്തയില്ല. അപ്പോ പെട്ടെന്ന് ഈ മൂദേവി ഇവനിൽ പ്രസന്നയായി. മൂദേവി നോക്കിയപ്പോഴത്തേക്കും ഇതുവരെ ആരും എന്നെ ഉപാസിച്ചിട്ടില്ല, പക്ഷെ ഇതാരാണ് ഈ ഉപാസിക്കുന്നത് എന്ന് നോക്കിയപ്പോ ഒരാളിരുന്ന് കണ്ടിന്യൂ ഉറക്കമില്ലാണ്ട് ജപിച്ചോണ്ടിരിക്കാൻ. അപ്പോ മൂദേവിക്കറിയാം, മൂദേവി അവിടെ ചെന്നാൽ തീർച്ചയായിട്ടും അയാൾ നശിച്ചു പോകും. മൂദേവി എവിടെ ഉണ്ടോ അവിടെ നാശമാണ്, അറിയാലോ. അപ്പൊ മൂദേവി അവിടെ ചെന്നാൽ അയാൾ നശിച്ചു പോകും എന്ന് മൂദേവിക്ക് അറിയാം. അപ്പൊ മൂദേവി ഇയാളുടെ ചെവിയിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഒരു എലിയെ പിടിക്കണം. എലിയെ പിടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിലുള്ള വയലുണ്ടല്ലോ, ആ വയലില് എലിയുടെ പുറകില് ഈ കാളയുടെ കലപ്പ കെട്ടുന്നത് പോലെ എലിയുടെ പുറകില് കലപ്പ പോലെ ചെറിയ ഈർക്കിൽ കൊണ്ട് കലപ്പ കെട്ടി നിങ്ങളുടെ പാടത്ത് ഇങ്ങനെ ഉഴുതോളാൻ പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് അത്ഭുതമായി. കാരണം മൂദേവി അദ്ദേഹത്തിന്റെ ചെവി വന്ന്, ഇയാൾ ഉപാസിച്ച ദേവത വന്ന് ചെവിയിൽ പറയാണ്, കലപ്പ കെട്ടി എലീനെ പിടിച്ചിട്ട് കലപ്പ കെട്ടി പാടത്ത് ഉഴാൻ പറഞ്ഞു. അപ്പൊ ഇയാള് നല്ല വെയിലത്ത് എലീനെ പിടിച്ച്, ഇയാൾക്ക് വേറെ ഒന്നും ചിന്തയില്ല. കാരണം അയാള് വേറെ ഒന്നും ചിന്തിക്കാത്ത ഒരാളാണ് അദ്ദേഹം. ഇതുപോലെ എലീനെ പിടിച്ച് ഇങ്ങനെ കലപ്പ കെട്ടി ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ ഉഴുതുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ദേവിയാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഉഴുതണ്ടിരുന്നപ്പോ ഈ മൂദേവി എന്ത് ചെയ്തു? ലക്ഷ്മി അനുജത്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, അനുജത്തി ഇല്ലേ ഒരാൾ വെയിലത്ത് കാണിക്കണമുണ്ടോ എന്ന് പറഞ്ഞപ്പോ ഈ ലക്ഷ്മി ദേവി അയാളെ നോക്കി ചിരിച്ചു. അപ്പൊ ലക്ഷ്മി ദേവിയുടെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും ഇരിക്കുന്നത്. ലക്ഷ്മി ദേവി ഒന്ന് നോക്കി ചിരിച്ചതും
ഇയാൾക്ക് ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടായെന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഏത് ദേവതയെ ഉപാസിക്കുന്നോ ആ ദേവത നമ്മളിൽ തൃപ്തിയായാൽ, വരാതിരുന്നു കൊണ്ടാണ് അനുഗ്രഹം കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യും, വന്നിട്ടാണ് അനുഗ്രഹം കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യും. ഇല്ലേ? അപ്പൊ നമ്മുടെ അതൊരു വ്യക്തിയായാലും ശരി, ഇല്ലേ? ഡെയിലി ഒരു ഭിക്ഷക്കാരന് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. ഒരു ഭിക്ഷക്കാരൻ എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. അത് മുഷിഞ്ഞു കയറിയ വസ്ത്രമൊക്കെ ഇട്ട് അയാൾ ഡെയിലി വന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുന്നു. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ് ഒരു ദിവസം, അയാൾ അന്ന് കയറത്തില്ല നമ്മുടെ വീട്ടിൽ, ഇല്ലേ? നമ്മളോട് നന്ദിയുള്ള ഒരാളാണെങ്കിൽ അയാൾ അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ വരില്ല. കാരണം എന്തോ വലിയ ഫംഗ്ഷൻ നടക്കുകയാണ്, നമ്മൾ നിന്നാൽ ബുദ്ധിമുട്ടാകും. അപ്പോ ഏത് ഗ്രഹത്തെ നമ്മൾ ഉപാസിച്ചാലും ആ ഗ്രഹം, അത് വ്യക്തിയായാലും ഗ്രഹമായാലും, അവര് പ്രസന്നനാണെങ്കിൽ അവര് നമ്മളെ വരാതിരുന്നു കൊണ്ട് അനുഗ്രഹിക്കും, വരേണ്ടതാണെങ്കിൽ വന്നുകൊണ്ട് അനുഗ്രഹിക്കും. മനസ്സിലായോ? അപ്പൊ തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹമാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അവരെ നമ്മൾ നിത്യവും ഉപാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരെ നശിപ്പിക്കുമെന്നൊരു തോന്നൽ ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല. കാരണം നമ്മൾ അവരെ ഉപാസിക്കുകയല്ലേ ചെയ്യുന്നു. അപ്പോ തീർച്ചയായിട്ടും നവഗ്രഹം അത് നിങ്ങൾക്കത് 100% വ്യത്യാസം ഉണ്ടാകും. വ്യത്യാസമുണ്ടായ ഉറപ്പുള്ളത് കൊണ്ടാണ് എനിക്കത് പറയാൻ സാധിച്ചത്. ആ ഉറപ്പിൽ ഞാൻ സംസാരിച്ചത് കൊണ്ടാണ് ഈ കൂട്ടത്തിലുള്ള 60% പേരും അത് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോ അതില് നമുക്ക് തെറ്റില്ല. ഇനി നമുക്ക് പൂജയെ കുറിച്ചാണ്, ഇനിയാണ് നമ്മൾ പൂജയെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ. പൂജ എന്താണ് പൂജ, അല്ലെങ്കിൽ എന്തൊക്കെ സാധനം കൊണ്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത്, അത് ആരെയൊക്കെ നമുക്ക് പൂജിക്കാം? ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് പൂജിക്കാം. മനുഷ്യരെയും പൂജിക്കാം, മൃഗങ്ങളെയും പൂജിക്കാം, കല്ലിനെയും മണ്ണിനെയും മരങ്ങളെയും ഒക്കെ നമുക്ക് പൂജിക്കാം. പക്ഷെ പൂജിക്കാൻ ഉപയോഗിക്കേണ്ട സാധനം 5 സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് പൂജ ചെയ്യാൻ പാടുള്ളൂ. ജല, ഗന്ധ, പുഷ്പ, ധൂപ, ദീപ, ഈ 5 കാര്യങ്ങളെ കൊണ്ടിട്ടാണ് നമ്മൾ പൂജ ചെയ്യേണ്ടത്. ജലഗന്ധ പുഷ്പ ധൂപ ദീപം, ലാസ്റ്റ് ഒരു ജലം കൂടെ വരും കേട്ടോ. അതായത് നമ്മൾ പൂജയിൽ പറയുമ്പോൾ ജലഗന്ധ പുഷ്പ ധൂപദീപ ജലാന്തം മുദ്ര കാട്ടി പൂജിച്ച്, അല്ലെങ്കിൽ ജലഗന്ധ പുഷ്പ ധൂപദീപ ജലാന്തം മണികൊട്ടി പൂജിച്ച് എന്ന് പറയാറുണ്ട്. ഈ ജലഗന്ധ പുഷ്പ ധൂപദീപ ജലം ഇതാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. അത് വ്യക്തിയായാലും കല്ലാണെങ്കിലും മണ്ണാണെങ്കിലും മരമാണെങ്കിലും ഏതെങ്കിലും വസ്തുക്കളാണെങ്കിലും ഇങ്ങനെയാണ് പൂജിക്കേണ്ടത്. അപ്പൊ ഈ ഓർഡറിൽ തന്നെ വേണം പൂജിക്കാൻ. എന്തുകൊണ്ടാണ് ജലഗന്ധ പുഷ്പം മുതൽ ആ ഓർഡറിൽ വന്നെന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ ഗന്ധ പുഷ്പ ജല അങ്ങനെ പറഞ്ഞൂടെ. പക്ഷെ ഈ ജലഗന്ധ പുഷ്പം തന്നെ വന്നതിന്റെ കാരണം ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടായത് കൊണ്ടാണല്ലോ ഈ പൂജയൊക്കെ ഉണ്ടായത്. അപ്പൊ ജീവന്റെ ഉൽപ്പത്തിക്ക് കാരണം ഈ ജലഗന്ധ പുഷ്പ ധൂപദീപാണ്. ഈ ജലഗന്ധ പുഷ്പ ധൂപദീപം ഈ ഭൂമിയിൽ ഉണ്ടായതിനു ശേഷമാണ് ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടായതെന്നുള്ളതാണ്. നമ്മളൊക്കെ ജനിച്ചത് എങ്ങനെയാ? ഈ ഭൂമിയിൽ ആദ്യം ഉണ്ടായത് ജലമാണെന്നാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ ജലത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രഹമായിരുന്നു ഭൂമി എന്നാണ്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നത് ഈ ഭൂമിയിൽ ജലമാണ് ഉണ്ടായിരുന്നത്. ജലം കഴിഞ്ഞ് ഗന്ധമുണ്ടായി. ഗന്ധം എന്ന് പറഞ്ഞാല് അവാത്മന ജലം കൽപ്പയാമില്ല പൃഥ്വിയാത്മന ഗന്ധം കൽപ്പയാമി. പൃഥ്വിയെ സങ്കല്പിച്ചിട്ടാണ് ഗന്ധം. ഗന്ധം എന്ന് പറഞ്ഞാൽ ചന്ദനം. ഭൂമിയെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ചന്ദനം ഉപയോഗിക്കുന്നത്. ആദ്യം ജലം കൊണ്ട് പൂജിക്കും, അതിനുശേഷം ചന്ദനം കൊണ്ട് പൂജിക്കും. ചന്ദനം കൊണ്ട് പൂജിക്കുന്നത് ഗന്ധം ആണ്. പൃഥ്വിയാത്മന ഗന്ധം, ഭൂമിയെ സങ്കല്പിച്ച് ഗന്ധം. ഗന്ധം കൊണ്ട് പൂജിക്കുന്നതിന്റെ കാരണം രണ്ടാമത് ഈ ഭൂമിയിൽ ഉണ്ടായത് കരയാണ്. അപ്പോ ആദ്യം ജലത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രഹമാണെന്നും അതിനുശേഷം ഈ ഭൂമിയിൽ കരയുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ജലഗന്ധ. ഇനി ആകാശാത്മന പുഷ്പം കൽപ്പയാമി. അതിനുശേഷം മൂന്നാമതേ നമ്മൾ പൂജിക്കുന്നത് പുഷ്പം കൊണ്ടാണ്. എന്തിനെ സങ്കല്പിച്ച്? ആകാശത്തെ സങ്കല്പിച്ചിട്ടാണ്. നമ്മൾ പുരാണങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആകാശത്തു നിന്നാണ് പുഷ്പവർഷിണി നടക്കുന്നത്, ഇല്ലേ? ഇനി പുഷ്പം ഉണ്ടാകുന്നതൊക്കെ ആകാശത്താണ്, ഇല്ലേ? ഒരു മരത്തിന്റെ വീട്ടിലാണെങ്കിൽ ആ പൂവ് ഉണ്ടാകുന്ന ആകാശത്തിലാണ്. നമ്മളൊരു ഉറുമ്പാണെങ്കിൽ പുൽക്കൊടിയിൽ ഉണ്ടാകുന്നതൊക്കെ ആകാശത്താണ്. അപ്പോ പുഷ്പം ഉണ്ടാകുന്നത് ആകാശത്താണ്. ആകാശത്തെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ പുഷ്പം കൊണ്ട് പൂജിക്കുന്നത്. അപ്പൊ
അപ്പോ അവാത്മന ജലം കൽപ്പയാമി ലം പൃഥ്വിയാത്മന ഗന്ധം കൽപ്പയാമി ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി യം വായുവാത്മന ധൂപം കൽപ്പയാമി. അപ്പൊ ആകാശം ഉണ്ടായി. അപ്പൊ ഭൂമിയിൽ ജലം, കര, അതിനുശേഷം ആകാശം ഉണ്ടായി. ആകാശത്തിന് ശേഷം വായു ഉണ്ടായെന്നാണ്. വായുവാത്മന ധൂപം കൽപ്പയാമി. ഈ പുക ഉണ്ടായത്, പുക ഉണ്ടായി, പുകയാൻ തുടങ്ങി. ഈ പുക ഉണ്ടായത് ആകാശത്തെ വായുവിനെ സങ്കല്പിച്ചിട്ടാണ് പുക. വായുവാത്മന ധൂപം കൽപ്പയാമി. വായു ഉണ്ടായെന്നാ പറയുന്നത്. കുറെ കാലം ഈ വായു ഉണ്ടായി, ലാസ്റ്റ് അത് കത്താൻ തുടങ്ങി. അതിനുശേഷം ദീപം ഉണ്ടായി. അങ്ങനെയാണ് ദീപം ഉണ്ടാകുന്നത്. അപ്പോ അഗ്നിയാത്മന ദീപം കൽപ്പയാമി. അഗ്നിയെ സങ്കല്പിച്ചിട്ട് ദീപം ഉണ്ടായി. ഈ ദീപം, ഇത്രയും കാര്യം ഉണ്ടായതിനു ശേഷമാണ് ഭൂമിയില് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്, നമ്മളൊക്കെ ഉള്ളത്. ഇനി ലാസ്റ്റ് ഒരു ജലം പറയുന്നുണ്ട്, ജലഗന്ധ പുഷ്പ ധൂപദീപ ജലാന്തം മുദ്ര കാട്ടി പൂജിക്കുക എന്നാണ്. അല്ലെങ്കിൽ ജലഗന്ധ പുഷ്പ ധൂപദീപരാന്തം മണികൊട്ടി പൂജിക്കുക എന്ന് പറയാറുണ്ട്. അതിന് കാരണം ലാസ്റ്റ് ഒരു ജലം. കാരണം ഈ ജലം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളുടെയൊക്കെ നാശത്തിന് കാരണം ഇനി വരാൻ പോകുന്ന ഒരു പ്രളയമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞു ഇല്ലേ? അപ്പോ അവസാനത്തെ ജലമാണ് അവസാനം പറയുന്നത്, ജലഗന്ധ പുഷ്പ ധൂപദീപ ജലാന്തം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. പൂജ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഏതൊരു വസ്തുവിനും ജീവൻ കൊടുക്കണമെങ്കിൽ ഈ പഞ്ചഭൂതങ്ങൾ തന്നെ വേണം. പഞ്ചഭൂതങ്ങളെ കൊണ്ടിട്ടാണ് പൂജ കഴിക്കാൻ പറ്റുള്ളൂ. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായതാണ് നമ്മൾ എല്ലാവരും, ഇല്ലേ? അപ്പൊ ഇങ്ങനെയാണ് പൂജ. നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് പൂജ ചെയ്യുന്നത് ചോദിച്ചാൽ ഇങ്ങനെയാണ്. ഇനി എങ്ങനെയാണ് പൂജ ചെയ്യുന്നത്, ഒരു പൂജാ സംവിധാനം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അതിന് നമുക്ക് ഇപ്പൊ ഒരു വിഷ്ണു പൂജ അല്ലെങ്കിൽ ഒരു ഗണപതി പൂജ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു വലിയൊരു സംഗതിയായിട്ടാണ് നമ്മുടെയൊക്കെ ധാരണ. എന്തോ ഒരു വലിയ സംവിധാനം, കുറെ തന്ത്രിമാര്, പൂജാരിമാര് എന്നൊക്കെ വലിയൊരു സംവിധാനം. വളരെ വളരെ സിമ്പിൾ ആണ് നമ്മളൊരു പൂജാ സംവിധാനം എന്ന് പറഞ്ഞാൽ. പൂജ നമുക്ക് എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല. നമ്മുടെ സങ്കല്പം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായ മുദ്രകളും ഒക്കെ അനുഷ്ഠാനങ്ങളും. ഇനി ചില ആൾക്കാരുടെ ധാരണ വെജിറ്റബിൾ ഫുഡ് കഴിക്കുന്നവർക്ക് മാത്രമേ പൂജ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുണ്ട്. ചില ആൾക്കാർ അങ്ങനെയാണ്. അങ്ങനെയൊന്നുമില്ല. യാതന്ന പുരുഷോ ഭവതി തതന്നോ തസ്യ ദേവത എന്നാണ്. നമ്മൾ എന്ത് ഫുഡാണോ കഴിക്കുന്നത് അത് തന്നെ നമ്മുടെ ദേവതയ്ക്കും കൊടുക്കാം. അല്ലെങ്കിൽ അത്തരം നമ്മൾ കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന ദേവതമാരെ മാത്രം നമ്മൾ പൂജിച്ചാൽ മതി. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ചിക്കൻ കഴിക്കുന്നു എന്ന് വിചാരിക്കാം. ചിക്കൻ കഴിക്കുന്ന ദേവതമാരുണ്ട്, ഇല്ലേ? ആ ദേവതയെ നമുക്ക് പൂജിക്കാൻ സാധിക്കും. നമ്മൾ എന്ത് ഫുഡ് കഴിക്കുന്നോ ആ ഫുഡ് കഴിക്കുന്ന ദേവതമാരെ നമുക്ക് പൂജിക്കാം. അല്ലാത്ത ദേവതമാരെ നമ്മൾ പൂജിക്കേണ്ടി വന്നാൽ അതൊരു വൈരൂപ്യം ഉണ്ടാവും. നമുക്കത് ഒരിക്കലും അത് ചേരാതെ വരും, ഇല്ലേ? നമ്മുടെ വേവ് ലെങ്തിന് പറ്റാതെ വരും. ഇപ്പോ എല്ലാ ഫുഡ്, ഇപ്പൊ നോൺ വെജ് കഴിക്കുന്നവര് മോശം, വെജിറ്റബിൾ കഴിക്കുന്നവർ നല്ലത്, അങ്ങനെയൊന്നുമില്ല. നോൺ വെജ് കഴിക്കുമ്പോ തീർച്ചയായിട്ടും അത് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കും. ഇപ്പൊ ചിക്കൻ കഴിക്കുന്ന ആൾക്കാർ ഭദ്രകാളിയുടെ സ്വഭാവം ഉണ്ടാവും, കാരണം ഭദ്രകാളി ചിക്കൻ കഴിക്കുന്നതാണ്. പക്ഷെ ആ സ്വഭാവം നമുക്ക് ആവശ്യമുണ്ട്, ഇല്ലേ? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ആ സ്വഭാവം നമുക്ക് ആവശ്യമുണ്ട്, ഇല്ലേ? ഓരോ സ്വഭാവവും നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഓരോരോ ഭാവങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അതാത് ഭാവത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ഭാവമാണ് ഭദ്രകാളിയുടെ ഭാവം, ഇല്ലേ? അപ്പോ നമുക്ക് ഓരോരോ ഭാവങ്ങൾ നമ്മൾ ആവശ്യമുണ്ട്. ഇപ്പൊ നോൺ വെജ് കഴിക്കുന്നവരുടെ സ്വഭാവം മോശമാണെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നമ്മളെ ഏത് ഭാവത്തിലാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ഭാവം നമുക്ക് വേണമെങ്കിൽ മാത്രം അത് ആരാധിച്ചാൽ മതി. ഭദ്രകാളി ഭാവത്തെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനെ 100% പ്രയോജനപ്പെടുത്തണം. ഇനി അതൊന്നും നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഇതൊരു ആയുധമാണ്, അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക, ഒരു കത്തിയാണ്. ഈ കത്തി ഉപയോഗിച്ച് നമുക്ക് ഒരാളെ കൊല്ലാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും പച്ചക്കറി അരിയാനൊക്കെ നമുക്ക് പറ്റും, അല്ലേ? ഒരു ആയുധമാണ്. നമുക്ക് എക്സ്ട്രാ ഒരു ആയുധം വരികയാണ്. നമ്മൾ ചിന്തിക്കാത്ത എക്സ്ട്രാ ഒരു പവർഫുൾ ആയുധം നമുക്ക് വരികയാണ്. ഒരു ഉപാസനാ ദേവത എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ആ ആയുധം ഉപയോഗിച്ച് നമ്മളൊരു കാരണവശാലും അത് മറ്റുള്ളവർക്ക് എതിരായിട്ട് അതിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ
ഒരു ഉപാസന, ഒരു ഗുരു വന്ന് ദീക്ഷാ സമ്പ്രദായത്തിൽ ഒരു ഉപാസന തന്നു. ഇപ്പൊ നിങ്ങൾ ഗ്രഹനില ജപിക്കുന്നവരാണ്. ഈ ഗ്രഹനില ജപിക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സാധാരണ ആൾക്കാർ 100 തവണ ജപിച്ചാൽ നമ്മൾ 1 തവണ ജപിച്ചാൽ മതി. ഇപ്പൊ പുരാണങ്ങളിലൊക്കെ ശ്രീരാമന് ഓരോ അസ്ത്രം, പാശുപതാസ്ത്രം പോലുള്ള അസ്ത്രങ്ങളൊക്കെ ഓരോ മുനി ഉപദേശിച്ചു കൊടുക്കും. ശ്രീരാമൻ ഇങ്ങനെ കണ്ണടച്ച് ഒറ്റ പ്രാവശ്യം അത് ജപിക്കുമ്പോഴേ കറക്റ്റ് ആ അസ്ത്രം വരും എന്ന് പറഞ്ഞതുപോലെ. കാരണം എന്താണ്, അവരൊക്കെ ഗ്രഹനില ഉപാസകരാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മള് ഗ്രഹനില ഉപാസിക്കുന്നവര്, ഗ്രഹനില കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്നവര് 1 തവണ പറഞ്ഞാൽ അത് 100 തവണ പറഞ്ഞ മാതിരിയാണ്. മനസ്സിലായി? അതാണ് നമ്മളെ ഗ്രഹനില ഉപാസകര് ജപിക്കുമ്പോ എക്സ്ട്രാ പവർ ഉണ്ടാവും. കാരണം അവനവന്റെ പവർ കൂട്ടിയിട്ടാണ്, നമ്മൾ എക്സ്ട്രാ പവറിലാണ് നമ്മൾ ജപിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മുമ്പിൽ ഒരു ഉപാസനാ മൂർത്തി തീർച്ചയായിട്ടും വരും. ഇതൊന്നും പുറത്തുനിന്ന് വരുന്നതല്ലെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഇങ്ങനെ ഉപാസനാ ദേവതമാരും നമുക്ക് എക്സ്ട്രാ പവർ, നമ്മുടെ മുഖത്തിന് തന്നെ വ്യത്യാസം വരും, എക്സ്ട്രാ പവർ നമുക്കുണ്ടാവും. ഈ പവർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്വഭാവത്തിനൊന്നും ഊർജവും മാറ്റവും വരാൻ പോകുന്നില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജ്യോത്സ്യന്മാരെ ചെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പുരോഹിതനെ ചെന്ന് കാണുമ്പോൾ അയാൾക്ക് എക്സ്ട്രാ പവർ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ലാത്തവരങ്ങനെ നിൽക്കില്ല, ഇല്ലേ? എന്ന് വിചാരിച്ചിട്ട് അയാളുടെ സ്വഭാവം ഒന്നും നല്ലതാണെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ഇപ്പൊ രാവണൻ ശിവനെ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തുന്ന ആളാണ്, കൈലാസത്തിൽ നേരിട്ട് ചെല്ലാൻ കഴിവുള്ള ആളാണ്. പക്ഷെ രാവണന്റെ സ്വഭാവം അതല്ലേ. അപ്പോ സ്വഭാവം ഒരിക്കലും നമ്മുടെ മാറാൻ പോകുന്നില്ല. നമ്മളുടെ മുമ്പിൽ കിട്ടുന്ന എക്സ്ട്രാ എനർജി, എക്സ്ട്രാ പവർ, അത് നമ്മൾ കിട്ടിയാലും ഇല്ലെങ്കിലും കയ്യിലുള്ളത് എന്താണോ, അത് ചിലപ്പോൾ 10 രൂപ ആയിരിക്കാം, അല്ലെങ്കിൽ 100 രൂപ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ 100 ദേവതമാരായിരിക്കാം. ആ പവറിനെ നമ്മൾ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്താം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ അല്ലെങ്കിൽ ഇപ്പൊ എക്സ്ട്രാ പവറുള്ള ഒരാള് അതിനെ മിസ്യൂസ് ചെയ്തെന്ന് വിചാരിക്കുക, തീർച്ചയായിട്ടും സാധാരണക്കാരേക്കാൾ കൂടുതൽ അയാൾ അനുഭവിച്ചിട്ടേ മരിക്കുള്ളൂ. ഇപ്പൊ ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് അറിയാം, ആലപ്പുഴയിൽ തണ്ണീർമുക്കം അല്ലെങ്കിൽ തവണക്കടവ് ആ ഏരിയയിലുള്ള സ്ഥലത്ത് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അവർക്കറിയാം, ഒരു വടയത്തോടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇവിടെ അടുത്ത്. ഒരു 30 കൊല്ലം മുന്നേ ജീവിച്ചിരുന്ന, 30 അല്ല, ഒരു 50 കൊല്ലം മുന്നേ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇതേപോലെ എക്സ്ട്രാ പവർ ഉണ്ടായിരുന്നു. ബോട്ട് കയറാൻ വേണ്ടി അദ്ദേഹം അവിടെ ബോട്ട് കയറാൻ വേണ്ടി വന്നപ്പോൾ ബോട്ട് ഇങ്ങനെ വിട്ടുപോയി. അന്നത്തെ ബോട്ട് ഓടിക്കുന്ന ആൾക്ക് രാജാവിന്റെ പദവിയാണ്. അപ്പൊ ബോട്ട് അങ്ങ് മുന്നോട്ട് എടുത്തപ്പോഴത്തേക്കും ബോട്ടിലിരുന്ന എല്ലാവരും പറഞ്ഞു, അത് വടയത്തോടനാണ്, ബോട്ട് തിരിച്ചു കൊണ്ടില്ലോ, അദ്ദേഹം കയറട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ബോട്ട് ഓടിക്കുന്ന ആൾ പുതിയതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബോട്ട് എടുത്ത് പോയി, ഇനി പോകുമെന്ന് പറഞ്ഞു. പക്ഷെ ബോട്ട് അങ്ങോട്ടും പോയില്ല, ഇങ്ങോട്ടും തിരിച്ചു വന്നില്ല, അവിടെ നിന്നു മണിക്കൂറുകളോളം. ഇയാൾ എത്ര ഓടിച്ചിട്ടും, സ്തംഭനക്രിയ, എത്ര ഓടിച്ചിട്ടും പോകാൻ സാധിച്ചില്ല. ലാസ്റ്റ് ഈ ബോട്ട് ഓടിക്കുന്ന ആള് ആ ബോട്ടിന്റെ മുകളിൽ നിന്നും മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ബോട്ട് ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു പറയുന്നതിൽ ഈ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ റിലേറ്റീവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം മിസ്യൂസ് ചെയ്തിരുന്നു ആ കഴിവ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അദ്ദേഹം മരിക്കുമ്പോൾ കൈയും കാലും ഒക്കെ ഒരു സർപ്പത്തിനെ പോലെ ഒട്ടിപ്പോയി. കുറെ കാലത്തിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ എക്സ്ട്രാ പവർ നമ്മൾ മിസ്യൂസ് ചെയ്താലും നമുക്ക് പണി കിട്ടും, ആ എക്സ്ട്രാ ദോഷം നമുക്കുണ്ടാവും. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന എന്ത് കഴിവാണോ, അല്ലെങ്കിൽ പൈസ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, അതിനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യണം. അല്ലാണ്ട് നമ്മൾ പൂജ അറിയാം, അല്ലെങ്കിൽ ഒരു ദേവതയെ പ്രത്യക്ഷപ്പെടുത്തിയ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടൊന്നും ഒരിക്കലും അയാൾ നല്ലതാവാൻ പോകുന്നില്ല. അയാൾ മോശമാണെങ്കിൽ എക്സ്ട്രാ മോശമായിരിക്കും, നല്ലതാണെങ്കിൽ എക്സ്ട്രാ നല്ലതായിരിക്കും. അപ്പൊ പൂജ ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ, അല്ലെങ്കിൽ ഒരു വലിയൊരാള്, അയാൾ വലിയ ആളാണ്, അയാൾ നന്മയുള്ള ആളാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം ചിന്തിക്കുക, നന്നായിട്ട് ചിന്തിക്കുക, അദ്ദേഹം മിസ്യൂസ് ചെയ്യുമോ എന്ന് നമ്മുടെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചിട്ട് നമ്മൾ എപ്പോഴും അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പൂജയിലേക്ക് വന്നപ്പോഴാണ് ഈ സംഭവം. ആ പൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയെ പൂജിക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ദേവതയെ, ശിവനെ പൂജിക്കുന്നു. ശിവനെ പൂജിക്കുമ്പോൾ ശിവനെ നമ്മൾ ആദ്യം തന്നെ
വീട്ടില് ഒരു ഗസ്റ്റ് വരുന്നു എന്ന് വിചാരിക്കാം. ഇതുപോലെ തന്നെ പൂജ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നിട്ട് അയാൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇത് തന്നെ പൂജ. അല്ലാണ്ട് പൂജയ്ക്ക് വലിയ സംഗതികളൊന്നും തന്നെ ഇല്ല. ഒരു ഗസ്റ്റ് വീട്ടിൽ വരികയാണ്, നമ്മുടെ വീട്ടിലൊരു കളക്ടർ വരികയാണ്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരികയാണ്. ആ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചു വരുത്തി നല്ലൊരു ചെയർ, ഇരിക്കാനുള്ള നല്ലൊരു ചെയർ ഇട്ട് കൊടുക്കും, ഇല്ലേ? ചെയറ് നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ ഇരുന്ന് പിള്ളേരൊക്കെ കുത്തിയൊക്കെ വരച്ച് അല്ലെങ്കിൽ പൊടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ചെയറാണെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഒരിക്കലും കൊടുക്കത്തില്ല, ഇല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ആ ചെയർ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യും. തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന മുമ്പ് അത് ക്ലീൻ ആണോ എന്ന് നമ്മൾ കണ്ണുകൊണ്ട് ഉറപ്പുവരുത്തും, ഇല്ലേ? അതിനെയാണ് പീഠപൂജ എന്ന് പറയുന്നത്. അതായത് ഒരു മൂർത്തിയുടെ പീഠം, ആ പീഠത്തില് നമ്മൾ എന്ത് ചെയ്യും? പീഠപൂജ ചെയ്യും. എന്തുകൊണ്ട്? ജലഗന്ധ പുഷ്പ ധൂപദീപ ജലാന്തം മണിയടിച്ച് പൂജിക്കും, അല്ലെങ്കിൽ മുദ്ര കാട്ടി പൂജിക്കും. ഇതിനെയാണ് പീഠപൂജ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം അവിടെ ഇരുന്നു എന്ന് വിചാരിക്കാം. കസേര തുടച്ചിട്ട് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് അദ്ദേഹം വന്ന് ഇരിക്കുന്നതിനെയാണ് നമ്മൾ ആവാഹന എന്ന് പറയുന്നത്. ഇപ്പൊ ശിവനെ ആണെങ്കിൽ ശിവന്റെ പീഠപൂജ കഴിഞ്ഞിട്ട് ശിവനെ നമ്മുടെ ഉള്ളിൽ നിന്ന് മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി ആവാഹിച്ച് വലത് മൂക്കിലൂടെ ശ്വാസത്തിലൂടെ പുറത്തേക്ക് എടുക്കും ശിവനെ ആണെങ്കിൽ. പ്രത്യേകം അതിന് അനുവാദങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ശിവനെ പുറത്തേക്കെടുത്ത് എവിടെ വെക്കും? ഈ പീഠത്തിൽ വെക്കും. അഥവാ ഗസ്റ്റിനെ നമ്മൾ വിളിച്ച് പീഠത്തിലിരുത്തും, അഥവാ കസേരയിൽ ഇരുത്തും. ഇതിനെയാണ് നമ്മൾ ആവാഹന എന്ന് പറയുന്നത്. അപ്പോ പീഠപൂജ കഴിഞ്ഞു, ആവാഹന കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യും? മൂർത്തിപൂജ. മൂർത്തിപൂജ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ കയ്യോ കാലോ ഒക്കെ നമ്മൾ കഴുകിയൊക്കെ കൊടുക്കും, അല്ലേ? കൈയും കാലമൊക്കെ കഴുകാൻ പറയും. അല്ലെങ്കിൽ നമ്മളുടെ ഉപചാരം നമ്മൾ ചെയ്യും. അപ്പൊ അദ്ദേഹം ഫുഡ് കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകാല് കഴുകിക്കും. അല്ലെങ്കിൽ അപ്പുറത്തെ വാഷ് ബേസിൻ ഉണ്ട്, കൈയും കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കും. അതിന് പറയുന്ന പേര് മൂർത്തിപൂജ എന്ന് പറയും. മൂർത്തിപൂജ കഴിഞ്ഞാൽ അപ്പോ ശിവനെ നമുക്ക് മൂർത്തിപൂജ ചെയ്യും. ശിവനെ നമ്മൾ പീഠത്തിൽ വിളിച്ചിരുത്തിയിട്ട് പിന്നെ വീണ്ടും പൂജിക്കും. ജലഗന്ധ പുഷ്പ ധൂപ ദീപ ജലാന്തം മണിയടിച്ച് പൂജിക്കും. അതിനെയാണ് നമ്മൾ മൂർത്തിപൂജ. ആവാഹന കഴിഞ്ഞിട്ട് മൂർത്തിപൂജ എന്ന് പറയും. മൂർത്തിപൂജ കഴിഞ്ഞാല് അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യും? വിശക്കുന്നുണ്ടോ, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? ചായ വെച്ചോണ്ട് വരും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉച്ചക്കാണെങ്കിൽ ഫുഡ്. അതിന് പറയുന്നത് നിവേദ്യ പൂജ എന്ന് പറയും. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ മുമ്പിൽ വെക്കും. അതിന് നിവേദ്യ പൂജ എന്ന് പറയും. അപ്പൊ കൈയും കാലും മുഖമൊക്കെ കഴുകുന്നുണ്ടെങ്കിൽ, അതിന് മുന്നേ കഴുകുന്നുണ്ടെങ്കിൽ വായൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാൻ പറഞ്ഞാൽ എന്ന് പറയുന്ന പേര് മുഖപൂജ എന്ന് പറയും. അത് നമ്മൾ എഴുതണമെന്നില്ല, പക്ഷെ നിവേദ്യ പൂജ എന്ന് പറയും. ഈ നിവേദ്യ പൂജ, അപ്പൊ നിവേദ്യം ഫുഡ് അദ്ദേഹം കഴിക്കുന്നു. ഫുഡ് കഴിച്ചു കഴിയുമ്പോ പിന്നെ എന്ത് ചെയ്യും? നമ്മള് അദ്ദേഹത്തിന്റെ കൈയും കാലമൊക്കെ കഴുകാൻ പറയും. കൈയും കാലമൊക്കെ കഴുകി വായൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിരിക്കുമ്പോൾ അദ്ദേഹം സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ സിഗരറ്റ് കൊടുക്കും. അല്ലെങ്കിൽ ചെറുതായിട്ട് മദ്യപിക്കുന്ന ആളാണെങ്കിൽ ചെറുതൊരെണ്ണം ഒഴിച്ചു കൊടുക്കും, ഇല്ലേ? ഇല്ലെങ്കിൽ അദ്ദേഹം സ്വീറ്റ് ആണ് കഴിക്കുന്നതെങ്കിൽ മധുരം കൊടുക്കും, ഇല്ലേ? അതിന് പറയുന്നത് പ്രസന്ന പൂജ എന്ന് പറയും. പ്രസന്നനായിരിക്കുമ്പോൾ ഒരു മുറുക്കാനൊക്കെ കൊടുക്കാം വേണമെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് TV കാണാം, സിനിമ കാണാം നമുക്ക്, അല്ലെങ്കിൽ ഒരു സിനിമ കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി വെച്ച് കൊടുക്കാം. അപ്പോ നൃത്തം സമർപ്പയാമി, വാദ്യം സമർപ്പയാമി. ഈ സമയത്താണ് പുറത്ത് ഇടയ്ക്കാരൻ ഇടയ്ക്കൊക്കെ കൊട്ടുന്നത്. ഈ ദേവത ഭക്ഷണമൊക്കെ കഴിച്ച് തൃപ്തിയായിരിക്കുമ്പോൾ ഇടയ്ക്ക കൊട്ടുന്നു, നൃത്തം ചെയ്യുന്നു, വാദ്യം ചെയ്യുന്നു. ഇതൊക്കെ തിരുമേനിമാരെന്ത് ചെയ്യും? ഒരു ശംഖ് എടുത്തിട്ട് ലളിതം സമർപ്പയാമി, അഭൂമ സമർപ്പയാമി, ബാലാംബു സമർപ്പയാമി, കർപ്പൂരാവസരം, താമ്പൂല സമർപ്പയാമി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സമർപ്പണം കൊടുക്കും. ശരിക്കും നിവേദ്യമായിട്ട് കൊടുക്കണമെന്നാണ് ആ സമയത്ത്. അതിന് പറയുന്നത് പ്രസന്ന പൂജ. പ്രസന്നനായിരിക്കുന്ന ഒരാളുടെ പ്രസന്ന പൂജയാണ്. ഈ വന്നിരിക്കുന്ന ആള് ഒരു കളക്ടറാണെന്ന് വിചാരിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയാണെന്ന് വിചാരിക്കുക. അപ്പൊ വന്നിരിക്കുന്ന ആള് പ്രധാനമന്ത്രിയാണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാഴ്ചകൾ കാണിച്ചു. നമ്മുടെ വീട്ടിലെ കൊച്ച് പാട്ട് പാടുവെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ പാട്ട്, 3 വയസ്സുള്ള കുഞ്ഞിന്റെ പാട്ട് നല്ല ഭംഗിയായിട്ട് കേൾപ്പിച്ചു. അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്ന്
ഓക്കെ, തുടങ്ങാം അല്ലേ? 8 മണിക്ക് കേട്ടോ. 8 മണിക്ക് അടുത്ത ക്ലാസ് ഉണ്ട്. അപ്പൊ എവിടം വരെ പറഞ്ഞു നമ്മള്? ആരെങ്കിലും പറയാമോ? പ്രസന്ന പൂജ. പ്രസന്ന പൂജ. അപ്പൊ നമ്മള് പ്രധാനമന്ത്രിയെ നമ്മള് പ്രസന്ന പൂജ ചെയ്തു, അദ്ദേഹത്തിന് തൃപ്തിയായി, മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് തൃപ്തിയായി എന്ന് വിചാരിക്കുക. അങ്ങനെ തൃപ്തിയായിരിക്കുന്ന ആള് എന്തായിരിക്കും നമ്മൾക്ക് എന്താണോ വേണ്ടത് ആ അനുഗ്രഹം നമ്മൾ തന്നിട്ടാണ് പോകുന്നത് അല്ലേ? ഇനി അതിനുശേഷം നമ്മള് പൂജ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു ബിംബത്തിലല്ലെന്ന് വിചാരിക്കുക, നമ്മള് ഇപ്പൊ ഒരു സ്വന്തമായിട്ടൊരു പൂജ ചെയ്യുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിന് ഉദ്വാസന ചെയ്യണം. ഉദ്വാസന എന്ന് പറഞ്ഞാല് എവിടെ നിന്നാണോ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത് അങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞയക്കണം. അപ്പോ പരിപൂർണ തൃപ്തിയായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ശിവചൈതന്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് പരിപൂർണ തൃപ്തിയായിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണ് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ. അതിന് പറയുന്നത് ഉദ്വാസന എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഒരു പൂജാ സംവിധാനത്തില് ചെയ്യുന്നത്. അതിന് കുറെ സംഗതികൾ അതിന്റെ പിന്നിലുണ്ട്. ഗുരുഗണപതി പൂജയൊക്കെ നടത്തി പൂജാ സംവിധാനത്തിൽ കുറെ കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. കൃത്യമായ ശാസ്ത്രീയമായ രീതികളും. അതൊരു ക്ഷേത്രത്തിലാണെങ്കിൽ ഇപ്പൊ ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പവും ഉപാസനാ സങ്കല്പവും രണ്ടും രണ്ടാണ്. തന്ത്രം എന്ന് പറയും. തന്ത്രം എന്ന് പറയുന്നത്, തന്ത്രത്തിന് പൂജയുടെ ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ നമ്മള് വർദ്ധിപ്പിക്കുന്നതിനെയാണ് തന്ത്ര എന്ന് പറയുന്നത്. പക്ഷെ ക്ഷേത്ര ചൈതന്യം അങ്ങനെയല്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാല് ഒരു വലിയൊരു റോബോട്ടിനെ പോലെയാണ്. ഒരു മഹാക്ഷേത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിന്റെ നമ്മൾ ഒരു റോബോട്ടിനെ നിർമ്മിച്ചെന്ന് വിചാരിക്കുക. നമ്മുടെ വീട്ടിലെ അടുക്കള പണിയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ റോബോട്ടിനെ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ആ റോബോട്ട് വളരെ സ്പീഡിൽ നമ്മുടെ അടുക്കളയിലും ഇനി അപ്പുറത്തെ വീട്ടിലെ അടുക്കളയിലും ഒക്കെ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യും. റോബോട്ടല്ലേ, വർക്ക് ചെയ്യും ഇല്ലേ? നല്ല സ്പീഡിൽ വർക്ക് ചെയ്യും. ഒരുപാട് പേർക്ക് ഗുണമുണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു റോബോട്ട് സംവിധാനമാണ് ഒരു ക്ഷേത്രം. പലർക്കും അത് ദഹിക്കത്തില്ല. എന്നാലും അതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ആകാശത്തു നിന്ന് പൊട്ടിമുളച്ചതൊന്നും തന്നെ ഇല്ല അവത്തിൽ. അതായത് ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, ആദ്യത്തെ സ്റ്റെപ്പാണ്. മഹാക്ഷേത്രങ്ങള് ആണ് കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞ ശരീരം എന്നാണ് അർത്ഥം. നമ്മുടെ മനുഷ്യ ശരീരം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കണ്ണും കാതും മൂക്കും നാക്കും തൊക്കും ഒക്കെയുള്ള ഒരു മഹാസംവിധാനം. എന്തിനാണ്? പഞ്ചഭൂതങ്ങള്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങള് ക്ഷേത്രങ്ങൾക്കും ഉണ്ട്. ഒരു ക്ഷേത്രത്തിന്റെ കണ്ണാണ് അവിടുത്തെ വിളക്കെന്ന് പറയുന്നത് ഇല്ലേ? നട്ടെല്ല്, കൊടിമരം, അതൊക്കെ നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ യൂട്യൂബിനകത്തൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ഈ സംവിധാനം ഉണ്ടാക്കുന്നതാണ്, അല്ലാണ്ട് തനിയെ ഉണ്ടാകുന്നതല്ല. ഈ സംവിധാനത്തെ ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്ക് ഊർജത്തെ പ്രദാനം ചെയ്യാൻ, നമുക്ക് ആവശ്യമുള്ള ഊർജത്തെ, നമ്മൾക്ക് ഏത് ഭാവമാണോ വേണ്ടത് ആ ഭാവത്തെ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമാണ് ക്ഷേത്രത്തിലുള്ളത്, ക്ഷേത്ര പൂജയിൽ ഉള്ളത്. ആ ക്ഷേത്ര പൂജ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ പൂജാരി ആ ക്ഷേത്ര ചൈതന്യത്തെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നാണെങ്കിലും പുറമേ നിന്നാണെങ്കിലൊക്കെ പരിപോഷിപ്പിച്ച് സാധാരണക്കാർക്ക് ആ ക്ഷേത്രബിംബത്തിൽ നിന്ന് വരുന്ന എനർജി സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുവാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും പൂജ സംവിധാനങ്ങളും വിളക്ക് കത്തിക്കലും വർഷത്തിലൊരിക്കലുള്ള കലശ സംവിധാനങ്ങളും. കലകളാൽ നശിക്കപ്പെടുന്നതാണ് കലശം എന്ന് പറയുന്നത്. എന്ത് കലകൾ? അനുഗ്രഹ കലകൾ. നമ്മൾക്ക് ആവശ്യമുള്ള അനുഗ്രഹ കലകളെ ആ ബിംബത്തിലേക്ക് ലയിപ്പിച്ച് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രം എന്ന് പറയുന്ന സംഗതി ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ അർത്ഥം അറിഞ്ഞിരുന്നാൽ നമ്മൾക്ക് സ്വയം ക്ഷേത്രമാകാൻ സാധിക്കും. ഇപ്പോ മുരുക്കുംപുഴ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തെ ഈ ഗ്രൂപ്പിനകത്ത് ആറ്റിങ്കൽ ഏരിയയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. ആറ്റിങ്കല് ഒരു മുരുക്കുംപുഴ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, മുരുക്കുംപുഴ ക്ഷേത്രം. അവിടെ ഒരിക്കല്
ഇതുപോലെ ഒരു അവിടുത്തെ മേൽശാന്തിയായിട്ട് ആരും ഇല്ലാതിരുന്നപ്പോ ഇതുപോലെ എനിക്കൊരു കോള് വന്നു, അവിടുത്തെ മേൽശാന്തിയായിട്ട് ചാർജ് എടുക്കാൻ സാധിക്കുമോ. അങ്ങനെ ഒരിക്കല് അവിടെ പോകേണ്ടി വന്നു. അങ്ങനെ അവിടെ പോയപ്പോ ഈ ക്ഷേത്രത്തില് ഒരു ശിവക്ഷേത്രമാണ്. അങ്ങനെ ആ ക്ഷേത്രത്തിൽ കയറിയപ്പോ ഇഷ്ടംപോലെ ഭസ്മവും അതും ഇതൊക്കെ ക്ഷേത്ര ശ്രീകോവിലിനകത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാം ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നോക്കിയപ്പോ ശ്രീകോവിലിനകത്ത് നിന്ന് തന്നെ ഒരു ചെമ്പിന്റെ കുടം കിട്ടി. ഈ ചെമ്പിന്റെ കുടം അപ്പൊ ഞാൻ എനിക്കൊരു പ്രത്യേകത എന്ന് വെച്ചാല് അഭിഷേകത്തിനുള്ള വെള്ളം തലേ ദിവസം തന്നെ മണിക്കണറ്റിൽ നിന്ന് നമ്മൾ കോരി നിറച്ച് ശ്രീകോവിലിൽ വെക്കണം. അതെന്റെ ഒരു നിർബന്ധമാണ്, തലേ ദിവസം എടുത്തു വെക്കണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ കുടം കിട്ടി. ഓ ഭാഗ്യം, കുടം കിട്ടി. അപ്പൊ ഈ കുടത്തിൽ വെള്ളം കോരി നിറച്ചു വെക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് കുടം എടുത്ത് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ക്ലീൻ ചെയ്തപ്പോ ഈ കുടത്തിന്റെ അടപ്പ് പോലത്തെ ഒരു സാധനം കിട്ടി. അപ്പൊ ചെമ്പിന്റെ തന്നെ ഒരു റൗണ്ടിലെ സാധനം. അതും ഈ പറഞ്ഞ പോലെ ഉപ്പും കടുകും ഉപ്പും പുളിയൊക്കെ ഇട്ട് ഭസ്മമൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തപ്പോ എന്തൊക്കെയോ അത് ആ റൗണ്ട് സാധനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതുമേലെ സത്യം, ധർമ്മം, ദയാ, ശാന്തി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാനത് ചുമ്മാ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ വർഷങ്ങൾക്ക് മുന്നേ ഈ ക്ഷേത്രത്തില് പ്രതിഷ്ഠിച്ചിരുന്ന ആ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഫലകമാണ്. ഈ സത്യം, ധർമ്മം, ദയാശാന്തി എന്നുള്ള ഈ ഫലകമാണ് ആ വിഗ്രഹമായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചിരുന്നത്. പിന്നീടാണ് അത് ശിവലിംഗമായിട്ട് മാറിയത്. പക്ഷെ ഇത് അഴുക്ക് പുരണ്ട് കിടക്കുവാണ്. അങ്ങനെ ഇതായിരുന്നു യഥാർത്ഥ പ്രതിഷ്ഠ എന്ന് മനസ്സിലാക്കിയപ്പോൾ അതെടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അവിടെ വെച്ച് പൂജിക്കാൻ തുടങ്ങി. അപ്പോൾ ഇരുട്ട് മൂടി കിടന്നിരുന്ന ക്ഷേത്രം പിന്നീട് ഒരുപാട് ഭക്തജനങ്ങൾ വരികയും ജനങ്ങൾക്കത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ എനർജി ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ്. അതൊരു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന ഗുരുദേവനാണ് ആ ഫലകം പ്രതിഷ്ഠിച്ചത്. ആ ഫലകത്തെ നമ്മൾ മാറ്റി വെച്ചിട്ട് ആണ് പൂജിച്ചത് കൊണ്ടാണ് ആ ക്ഷേത്രം ഉറങ്ങിക്കിടന്നത് എന്നുള്ളതാണ്. പിന്നീട് ആ ക്ഷേത്രം നന്നായിട്ട് അറിയപ്പെട്ടു ആ ഫലകം തിരിച്ചു വന്നപ്പോൾ. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു സത്യം, ധർമ്മം, ദയാശാന്തി ഉള്ളിലെ ഒരു ഫലകമായിട്ട് കിടപ്പെട്ടു. അതിനെ എടുത്ത് പുറത്ത് വെച്ച് പൂജിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഒരു ജ്യോത്സ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഇതൊരു ക്ലാസ് ഒന്നുമല്ല, പക്ഷെ ഞാൻ പറയുകയാണ്, നമ്മുടെ ഉള്ളിൽ ഒരു ജ്യോത്സ്യനായിട്ടുണ്ടെങ്കിൽ ആ ജ്യോത്സ്യന്റെ മനസ്സിൽ പുരോഹിതനാണെങ്കിലും നമ്മളൊരാള് മുമ്പിൽ വരുമ്പോൾ അവരെ ചൂഷണം ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലെന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോ നമ്മുടെ ഉള്ളിലെ ആ സത്യം, ധർമ്മം, ദയാശാന്തി എല്ലാവരുടെ ഉള്ളിലുള്ള ഫലകമാണ്. പക്ഷെ അതിനെ നമ്മൾ പുറത്തെടുത്ത് ഭസ്മമൊക്കെ ഇട്ട് കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ പൂജാ സംവിധാനം പഠിക്കുമ്പോഴും അങ്ങനെയാണ്. പൂജയ്ക്ക് പങ്കെടുക്കുമ്പോഴും പൂജ ചെയ്യുമ്പോഴും. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും പൂജ കഴിക്കാൻ പറ്റും. മാനസ പൂജ എന്നതിന് പറയാം. ആ ക്ഷേത്രബിംബത്തിന്റെ വാതിക്കൽ വന്നിട്ട് നമുക്ക് ഈ പീഠപൂജയും മൂർത്തി പൂജയും നിവേദ്യ പൂജയൊക്കെ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ആ പൂജാരി പൂജിക്കുന്നതിനേക്കാൾ എഫക്റ്റ് നമ്മൾ കൊടുക്കുന്ന മാനസ പൂജയാണ്. അതിന് മുദ്രകളൊക്കെ ഉണ്ട്. മുദ്രകൾ ഇങ്ങനെ ചില ആൾക്കാർ, അറിവുള്ള ആൾക്കാർ അമ്പലത്തിന്റെ വാതിക്കൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും, ഇല്ലേ? അത് മാനസ പൂജ. അപ്പം അവാത്മന ജലം കൽപ്പയാമി, ഇലം പൃഥ്വിയാത്മന ഗന്ധം കൽപ്പയാമി എന്ന് പറയുന്ന മുദ്ര കാട്ടി പൂജിക്കുന്ന അമൃതാത്മന നിവേദ്യം കൽപ്പയാമി എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രകളുണ്ട്. ആ മുദ്രകൾ ഇല്ലെങ്കിൽ പോലും മാനസികമായിട്ട് നമുക്ക് പൂജ കഴിക്കാൻ പറ്റും. അങ്ങനെ പൂജ കഴിച്ചാൽ ആ ദേവത ഇത് കാണിക്കാതിരുന്നാലോ? എന്തോ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല, കണ്ടിന്യൂ ചെയ്തോ. രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ അൺമ്യൂട്ട് ചെയ്തോ. ശരി. അപ്പോ നമ്മൾ ഇങ്ങനെയാണ് ഒരു പൂജാ സംവിധാനം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് നേരം, ഇനി ഒരു 7:57 അല്ലേ, ഒരു 3 മിനിറ്റ് ചോദ്യം, എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിലും ഒന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് അടുത്ത ക്ലാസ്സിനെ സംസാരിക്കാൻ പറ്റും. ചോദിക്കും, എന്ത് വേണേലും ചോദിക്കാം കേട്ടോ. കാരണം നിങ്ങളുടെ ചോദ്യത്തിന് എല്ലാത്തിനും എനിക്ക് മറുപടി തരാമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഒരുപാട് പ്രഗത്ഭന്മാര് ഈ ഗ്രൂപ്പിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത് ഫ്രണ്ടിൽ വരാത്തവർ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ പവർ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുന്നവരുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ ചോദ്യത്തിനൊന്നും എനിക്ക് ഉത്തരം പറയാനുള്ള
അറിവൊന്നും എനിക്കില്ല. പക്ഷെ നിങ്ങൾ ചോദിക്കൂ. ചോദിച്ചു കഴിയുമ്പോൾ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ എനിക്ക് ഇപ്പൊ തന്നെ പറയാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും പറയാം. കാര്യം ചോദിച്ചോട്ടെ? പഞ്ചദ്രവ്യങ്ങളെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു തരാമോ? അതെ, നമ്മള് രാവിലെ ഗ്രഹമന്ത്രം ചൊല്ലണം എന്ന് പറഞ്ഞില്ലായിരുന്നു? എന്തോ? അപ്പൊ അത് നമ്മൾ ചെല്ലുമ്പോ നമ്മുടെ ഗ്രഹനിലയില് ആ ഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ആ ഒരു കള്ളി ഒഴിഞ്ഞു കിടക്കുവാണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ അങ്ങനെ ചെല്ലി പോണോ അധിപനം മാത്രം ചൊല്ലിയാൽ മതി. അതോ നമ്മൾ ആ രണ്ടാം അപ്പൊ ആ ഗ്രഹം നിൽക്കുന്ന വേറൊരു രാശിയിലായിരിക്കുമല്ലോ? രണ്ടാം ഭാവത്തിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കാം. രണ്ടാം ഭാവാധിപനായ ഓം ശുക്രായ നമ. മേടലഗ്നമാണെങ്കിൽ രണ്ടാം ഭാവാധിപനായ ഓം ശുക്രായ നമ, അത്ര മതി. പിന്നെ മൂന്നാം ഭാവത്തിലേക്ക് പോവുക. അപ്പൊ ആ ശുക്രൻ പോയി നിൽക്കുന്ന വേറൊരു ഗ്രഹത്തിലാണെങ്കിൽ അപ്പൊ അവിടെ ഒരു ഗ്രഹത്തിൽ ആ ശുക്രൻ നിൽക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ അത് കൂട്ടി കണക്ട് ചെയ്ത് പിന്നെ ചൊല്ലണം. മൂന്നാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു വിചാരിക്കുക. രണ്ടാം ഭാവാധിപനായ ശുക്രായ നമ, മൂന്നാം ഭാവാധിപനായ ഓം ബുധായ നമ, മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഓം ശുക്രായ നമ. കർമ്മയുടെ നക്ഷത്രം അങ്ങനെ അത് നമുക്ക് നോക്കണം. കർമ്മയില് ഒരു നക്ഷത്രം വരുമല്ലോ, ആ നക്ഷത്രത്തിന്റെ കർമ്മ വരുമല്ലോ. ഒരു നക്ഷത്രം നിൽക്കുന്നതിന് ഒരു കർമ്മ ഉണ്ടാവില്ല. അവിടെ നമ്മൾ ചെയ്യണോ ആഗ്രഹത്തിന്? അത് വേണമെന്നില്ല. ഇതിന്റെ അപ്ഡേഷൻ, അതായത് ഇത് കഴിഞ്ഞിട്ട് ഇതിന് സിദ്ധി വന്നാൽ അടുത്തൊരു അപ്ഡേഷൻ ഉണ്ട്. അന്നുള്ള ഗോചരം എടുത്ത് വെച്ചിട്ട് ഹോമിക്കല്. ഗോചരം അതാത് സമയങ്ങളിൽ വെച്ച് നോക്കില്ലേ? അതാ സമയത്തുള്ള ഗോചരം വെച്ച് ഹോമിച്ചാണ്. അത് അടുത്ത അപ്ഡേഷൻ ആണ്. പക്ഷെ ഇത് തന്നെ പവർഫുൾ ആണ്. നിങ്ങൾ ഒരു 7 ദിവസം ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. കൃത്യമായൊരു ഗുരുപദേശം കൂടി ഇപ്പൊ ഞാൻ ഗുരുവായിട്ട് സങ്കല്പിച്ചാൽ ഞാൻ അത് നിങ്ങളുടെ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ എനിക്കത് പിടിക്കാൻ പറ്റും. ശരിക്കുള്ള കാര്യമാണ്. ദക്ഷിണ വെച്ചിട്ടൊക്കെ ശരിക്കും ചെയ്യേണ്ടത്. വേറെന്താ അറിയാനുള്ള ചോദിക്കും? പഞ്ചദ്രവ്യങ്ങളെ പറ്റി ഒന്ന് പറയാവോ? പഞ്ചദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഗവ്യത്തിനുള്ള ദ്രവ്യങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. പാല്, തൈര്, ഗോമൂത്രം, ചാണകം, അതാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. അതിനൊരു കണക്കുണ്ട് കേട്ടോ. അത് പല പൂജാ സംവിധാനത്തിനൊരു കണക്കുണ്ട്. പശുവിന്റെ 5 കൂട്ട സാധനങ്ങളാണ് പഞ്ചഗവ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കുന്നത്. അതല്ലേ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ അതെ അതെ. ഔഷധങ്ങൾക്ക് വ്യത്യാസമുണ്ട്, പൂജാ സംവിധാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതൊരു വിശദമായൊരു ക്ലാസ് ആണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് പറയാം. പാല്, തൈര്, ഗോമൂത്രം, ചാണകം, നെയ്യ്, ഈ 5 കാര്യങ്ങളാണ് എടുക്കുന്നത്. അത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതിന് ഒരു അനുവാദമുണ്ട്, പൂജക്ക് ഉപയോഗിക്കുന്നതിന് അനുവാദമുണ്ട്. അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഇത് നല്ലൊരു ചോദ്യം കേട്ടോ, നന്നായി. ഇനി അടുത്ത ചോദ്യം. അടുത്ത ക്ലാസ് നമുക്ക് പഞ്ചഗവ്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും അടുത്ത ക്ലാസ്. ഓക്കെ, നമസ്കാരം. എനിക്കൊരു കാര്യം മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഈ മന്ത്രവാദം അങ്ങനത്തെയൊക്കെ ഒരു പൂജ ചെയ്യുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. അയാൾ എപ്പോഴും ഇതേപോലെ തന്നെ എല്ലാവർക്കും നല്ല ഇതായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അവസാനം ആ മനുഷ്യന്റെ 2 കാലും ഇതേപോലെ പഴുത്ത് പൊട്ടിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അങ്ങനെ കിടന്ന് വയ്യാതെയായി, എന്താ പറയുക, ആ രീതിയിൽ അങ്ങനെ എല്ലാ നാട്ടുകാരും പറയുമായിരുന്നു അവസാനം ഈ മനുഷ്യൻ ചെയ്ത ദ്രോഹത്തിന്റെയാണ് ഈ അനുഭവിച്ചു കൂട്ടുന്നത്. അത് എനിക്ക് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്കത് ഫീൽ ചെയ്തു. ഞങ്ങളുടെ അടുത്താണ് ആ ഒരു മനുഷ്യനുള്ളത്. കേട്ടറിവല്ല, കണ്ടും കൂടി അറിവുണ്ട്. കേട്ടോ, ഞാൻ ഒരു സംഭവം പറഞ്ഞേ ഉള്ളൂ. അത് കറക്റ്റാണ്. നമ്മൾ അനുഭവിക്കുന്ന എക്സ്ട്രാ അനുഭവിക്കും. നമ്മളുടെ എനർജി ഉപയോഗിച്ച് നമ്മൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ അതേപോലെ അനുഭവിക്കും. അതെ, അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്. ഞങ്ങള് കണ്ടിരുന്നു അത്. അവരുടെ കുടുംബം തന്നെ ആകെ ഇതായിപ്പോയി. അവരാകെ മക്കളൊക്കെ ഭയങ്കര താറാവർന്നൊക്കെ ഇതായിപ്പോയി. കുടുംബം തന്നെ ശിഥിലപ്പെട്ടു. കാരണം എനർജിയാണ് DNA കയറിയാ പിടിക്കുന്നത്. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഈ ചില ആളുകൾക്ക് ഗ്രഹനില അറിയില്ലാത്തതുകൊണ്ട് ചില ജ്യോത്സ്യന്മാർ അവർക്ക് ഒരു കൃത്രിമമായിട്ട് ഒരു ഉദ്ദേശമൊക്കെ വെച്ചിട്ട് ഗ്രഹനില ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അത് നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഒരാളുടെ ഗ്രഹനില നോക്കിയപ്പോ
യാതൊരു മാച്ചും ഇല്ല. അപ്പൊ ഏതൊരു ജ്യോതിഷനും എഴുതി കൊടുത്തേക്കണം. അപ്പൊ അവര് പറഞ്ഞ ഡോക്ടർ ജനിച്ച സമയത്ത് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു. പക്ഷെ തമ്മിലൊരു മാച്ചും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രഹനില ആ ജാതകനെ ബാധിക്കുമോ, അതേപോലെ അത് എഴുതി കൊടുത്തവനും പ്രശ്നം ഉണ്ടാവുമോ, അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇത് തെറ്റായ സമ്പ്രദായത്തിലാണ് എഴുതി കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് പ്രശ്നം ഉണ്ടാവും, സംശയമൊന്നുമില്ല. അയാളുടെ ജാതകം ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് പ്രശ്നം ഉണ്ടാവും. പിന്നെ ഒരാൾക്ക് ജാതകം കിട്ടാത്തത് അയാളുടെ നിയോഗം അങ്ങനെ ആയിട്ടാണ്. നമുക്കതൊന്നും ജാതകം ഇന്നതാണെന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് കൊടുക്കാനുള്ള അർഹതയൊന്നും ഇല്ല. ശരിക്കും നമുക്ക് ഫലപ്രവചനം നടത്താൻ പറ്റും, ജാതകം ഇല്ലാത്ത ഒരാൾ വന്നാലും നടത്താൻ പറ്റും, സിമ്പിളായിട്ട് പറ്റും. പക്ഷെ അതാണ് ജാതകം എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചേൽപ്പിക്കരുത്, പ്രത്യേകിച്ച് ജ്യോത്സ്യന്മാര്. കാരണം അത് ബ്രഹ്മഹത്യാദി ഭാവം കൂടിയല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. വേറെന്തായിരുന്നു? പീരിയഡ് സമയത്ത് വിളക്ക് വെക്കാൻ പാടോ വീട്ടില്? അതില് അതായത് നമ്മളുടെ ഒരു ധാരണ, ഇപ്പൊ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തില് നമ്മള് ഒരു നിയമമുണ്ട്. എന്റെ വീടിന് എനിക്കൊരു നിയമമുണ്ട്. എന്റെ വീട്ടിൽ ചെരുപ്പിട്ട് കയറാൻ പാടില്ല. അത് എന്റെ വീട്ടിലെ മാത്രം നിയമമാണ്. മനസ്സിലായോ? അത് എന്റെ വീട്ടിലെ മാത്രം നിയമമാണ്. ഇപ്പൊ ചില ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ പുലയുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കാമോ? മരിച്ച വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടില്ലേ പ്രാർത്ഥന? അപ്പൊ നമ്മള് ശുദ്ധിയാണ് എന്ന ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, മനഃശുദ്ധിയാണ് ഏറ്റവും പ്രാധാന്യം. മനസ്സിലായോ? ആ മനഃശുദ്ധി പൂർണ്ണമായിട്ട് നമ്മുടെ ഉറപ്പുണ്ടെങ്കിൽ, ആ ഉറപ്പ് തീർച്ചയായിട്ടും നമുക്ക് വിളക്ക് കത്തിക്കാം. വിളക്ക് കത്തിച്ചു വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. മനസ്സിന് ഉറപ്പ് വേണം. മനസ്സിലായി? ഇപ്പൊ നമ്മള് ഒരു പ്രാർത്ഥന ചെയ്യുമ്പോൾ എനിക്ക് 1 കോടി രൂപ ലോട്ടറി അടിക്കണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ചിന്ത എന്താണ്? എങ്ങനെയാ അത്? അല്ലെങ്കിൽ എനിക്ക് 1 കോടി രൂപ വേണം, എങ്ങനെ എന്നുള്ള ചോദ്യം വരുന്നത്. ആ എങ്ങനെ എന്നുള്ള ചോദ്യമാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുന്നത്, അയക്കുണ്ടാവില്ല. എന്ന് പറഞ്ഞതുപോലെ പേടിയോട് കൂടിയിട്ടാണ് പീരീഡ് സമയത്ത് നമ്മൾ വിളക്ക് കത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സൈഡ് എഫക്റ്റ് ആണ്. അതേസമയത്ത് എന്റെ ദേവത എന്നിൽ പ്രസാദിക്കും, ഞാൻ എങ്ങനെ ഇരുന്നാലും എന്നിൽ പ്രസാദിക്കും എന്നുള്ള ഉറപ്പോടു കൂടിയാണ് നമ്മൾ കത്തിക്കുന്നതെങ്കിൽ ഏത് പീരീഡ് സമയത്തും നമുക്ക് വിളക്ക് കത്തിക്കാം. അതിലൊരു പ്രശ്നവുമില്ല. പിന്നെ പീരീഡ്സിന് ഒരു നിയമം പറയുന്നുണ്ട്: പ്രഥമേ ഹനി ചണ്ടാളി, ദ്വിതീയ ബ്രഹ്മഘാതകി, തൃതീയ രജയി പ്രോക്തേ, ചതുർത്ഥേ ഹനി ശുദ്ധ്യന്തി എന്നാണ്. പ്രഥമേ ഹനി ചണ്ടാളി, 1-ാം ദിവസം ചണ്ടാളിയാണ്. ദ്വിതീയ ബ്രഹ്മഘാതകി, 2-ാം ദിവസം ബ്രഹ്മത്തെ ഹനിക്കും. തൃതീയ രജകി പ്രോക്തേ, ചതുർത്ഥേ ഹനി ശുദ്ധ്യന്തി, 4 ശുദ്ധിയാണ്. 5-ാം മുതൽ വരുന്ന ബ്ലീഡിങ് അസുഖം ഉണ്ടായിട്ടാണ്. ആ ബ്ലീഡിങ്ങിന് അശുദ്ധിയില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ക്ഷേത്രത്തിലാണ് ബാധകം, മറ്റുള്ള ക്ഷേത്രങ്ങളിലാണ് അത് ബാധകം. അതായത് ആ ക്ഷേത്രങ്ങളിൽ, നമ്മളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഒരു നിയമ സംവിധാനമുണ്ട്. അശുദ്ധി ആയാലും അവിടെ ചെല്ലാൻ പാടില്ല എന്ന് അവിടത്തെയാണ് നിയമം. മറ്റൊരുത്തന്റെ വീട്ടിൽ പീരീഡ്സ് ആയിട്ട് കയറാൻ പാടില്ലെന്ന് അവൻ നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറാൻ പാടില്ല, അത് ഒരിക്കലും പാടില്ല. ശബരിമല സ്ത്രീ പ്രവേശനം പോലെ തന്നെ ആ ശബരിമലയില് അങ്ങനെ സ്ത്രീകൾ കയറാൻ പാടില്ല എന്ന് എഴുതി അവിടുത്തെ നിയമമാണ്, നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിലെ നിയമം അതല്ല. നമുക്ക് പീരീഡ്സ് ഉള്ള സമയത്ത് നമ്മുടെ വീട്ടിലിരിക്കാമെങ്കിൽ അത് നമ്മുടെ വീട്ടിലെ നിയമമാണ്. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ അവനവന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നതുകൊണ്ട്, മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ അവനവന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. പീരീഡ്സ് ഉള്ള സ്ത്രീകൾക്ക് സൂര്യഭഗവാൻ വെളിച്ചം കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ, പീരീഡ്സ് ഉള്ള സമയത്തും പീരീഡ്സ് ഇല്ലാത്ത സമയത്തും ഒരേപോലെയാണ് ഈശ്വരൻ പ്രകാശം കൊടുക്കുന്നത്. പീരീഡ്സ് എന്ന് പറയുന്നത് ദോഷമാണെന്നൊരു തെറ്റിദ്ധാരണ വെറുതെയാണ്. എന്റെ അമ്മക്ക് പീരീഡ്സ് ഉണ്ടായത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, ഇല്ലേ? എന്റെ അമ്മക്ക് പീരീഡ്സ് ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ജനിക്കുമായിരുന്നു? ഒരിക്കലും ഇല്ല. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പീരീഡ്സ് ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ നന്ദിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി സ്മരിക്കണം. വേറെന്താ? അടുത്ത ക്ലാസ്സിന് നമുക്ക് പറയേണ്ടത് ഇതാണല്ലേ. അടുത്ത ക്ലാസ്സിന് ഈ പഞ്ചദ്രവ്യത്തെ കുറിച്ച് പറയാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിച്ചിട്. അപ്പൊ അടുത്ത ക്ലാസ്സിന് എനിക്ക് എന്തെങ്കിലും ഒരു സബ്ജക്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു കാര്യം കൂടി ഹലോ സർ, ഒരു കാര്യം ക്ഷേത്ര പുനരുദ്ധാരണം നടക്കാൻ എന്ത് ചെയ്യാനാ പറ്റുക? ക്ഷേത്ര പുനരുദ്ധാരണം നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേറെ പൂജ ചെയ്യാൻ പറ്റുമോ?
കേൾക്കണില്ല? ഇവിടെ എല്ലാവർക്കും കേൾക്കാം, ഞാൻ ഇവിടെ കേട്ടോന്ന് അറിഞ്ഞൂടാ. അതെയോ? ആ ചേട്ടന്റെ അവിടെ എന്തോ പ്രോബ്ലം ആണ് കേട്ടോ. ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അഗ്നിചേട്ടൻ്റെ അടുത്ത പ്രശ്നമാണ്, ഇവിടെ കുഴപ്പമൊന്നുമില്ല. അതേ, അഗ്നിചേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി തോന്നുന്നു, ചാർജ് ഇല്ലാണ്ട്. അപ്പൊ ഇനി നാളെ ക്ലാസ് എടുക്കാന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചത് പിന്നെ കേട്ടില്ല. വൈൻഡപ്പ് ചെയ്യാണ്, നാളെ കാണാം. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡിങ് കിട്ടിയോ? മിസ്സായതാണോ? ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡ് കിട്ടിയിട്ടില്ല. അതാ കഴിഞ്ഞ പറഞ്ഞ ക്ലാസ് മിസ്സായെന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. അത് ആർക്കെങ്കിലും അത് ഉണ്ടോ അറിയാവോ? കഴിഞ്ഞ ക്ലാസ്സിന്റെ ക്ലാസ് കിട്ടിയിട്ടില്ല. റെക്കോർഡ് ഇടാൻ പറയാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. എല്ലാ ക്ലാസ്സിന്റെയും കൂടെ ഒരുമിച്ച് ലിങ്ക് ഇടുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നോക്കാം കേട്ടാ, ലെഫ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ, ഓക്കെ, താങ്ക് യു.